അക്ലോറയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്കറിയാം സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടി പരീക്ഷാഭവൻ പുതിയൊരു സ്പെഷ്യൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതിന്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പ് ടീച്ചേഴ്സ് എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇതുമായിട്ട് ഈ അപേക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംശയങ്ങൾ ടീച്ചേഴ്സ് ചോദിക്കാറുണ്ട് കേട്ടോ. പെൻ നമ്പർ ഇല്ലാത്തവർ എന്ത് ചെയ്യും, അതുപോലെ സാക്ഷ്യപത്രം ആര് സൈൻ ചെയ്യണം, ഇങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ ഡൗട്ടുകൾ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കുറച്ച് അപ്ഡേഷൻസ്, അധ്യാപകർക്ക് അപേക്ഷിക്കുന്ന ഈ കാര്യത്തിൽ കിട്ടുന്ന ചില ആശ്വാസം, അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്ന്, ഒരു പത്രത്തിൽ വന്നിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കേട്ടിട്ട് അപേക്ഷയ്ക്ക് മാനേജർ ഒപ്പ് വേണ്ട എന്നുള്ളതാണ്. പിന്നെ ഹെഡ് മാസ്റ്ററുടെ സാക്ഷ്യപത്രം ഉണ്ടെങ്കിൽ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിന്റെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. ഇവിടെ നോക്കിയേ, അധ്യാപകർക്കായി നടത്തുന്ന സ്പെഷ്യൽ കേറ്റഡ് പരീക്ഷയ്ക്കുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിന് സ്കൂൾ മാനേജർമാരുടെ ഒപ്പ് വേണമെന്ന നിബന്ധന എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കും. എന്നിട്ട് ഹെഡ് മാസ്റ്ററുടെ ഒപ്പ് മതി എന്ന ഭേദഗതി വരുത്തും എന്നുള്ളതാണ്. പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അധ്യക്ഷനായിട്ടുള്ള QIP ഈ യോഗത്തിലാണ് ഈ തീരുമാനം വന്നിട്ടുള്ളത്. നിലവിൽ പരീക്ഷയ്ക്ക് അപേക്ഷിക്കുമ്പോൾ മാനേജറുടെ ഒപ്പ് വാങ്ങുന്നതിൽ പല അധ്യാപകർക്കും പ്രായോഗികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടിരുന്നു. അപ്പോൾ ഓൺലൈനായി യോഗത്തിൽ പരീക്ഷാ കമ്മീഷണർ, സെക്രട്ടറി, വിവിധ സംഘടനാ പ്രതിനിധികളിൽ അവർ പങ്കെടുത്തു എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് എന്ത് കേട്ടിട്ട് അപേക്ഷിക്കുമ്പോൾ ഹെഡ് മാസ്റ്ററുടെ സാക്ഷ്യപത്രം മതി എന്നുള്ളത്. പിന്നെ മറ്റു പ്രധാന തീരുമാനങ്ങൾ കൂടിയുണ്ട്. LP സ്കൂളിൽ ജോലി ചെയ്യുന്ന B.Ed യോഗ്യതയുള്ള അധ്യാപകർക്ക് കേറ്റഡ് കാറ്റഗറി 1 എഴുതാൻ അനുമതി. രണ്ടാമത്തേത്, ബിരുദമില്ലാതെ UP സ്കൂളിലെ അധ്യാപകർക്ക് കാറ്റഗറി 2 എഴുതാൻ അപേക്ഷാ പോർട്ടൽ പ്രത്യേക ക്രമീകരണം. അതുപോലെ തന്നെ മാർച്ച് 15 മുമ്പ് കേറ്റഡ് ഫലം പ്രഖ്യാപിക്കണമെന്നുള്ള അത്തരം തീരുമാനങ്ങളൊക്കെയാണ് ഇപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അപ്ഡേഷൻസ് അധ്യാപകർക്ക്, സർവീസിലുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു ആശ്വാസം പകരുന്ന ഒരു അപ്ഡേഷൻസ് തന്നെയാണ്. പലപ്പോഴും അവർക്കുള്ള ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇനി നിയമങ്ങൾ മാറുമോ, വേണ്ടാന്ന് വരുമോ, അങ്ങനത്തേക്കുള്ള പേടിയും ഭയമുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഏതായിരുന്നാലും ഇതിനു വേണ്ടി ഒരു സ്പെഷ്യൽ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടെ വന്ന സ്ഥിതിക്ക് നമ്മൾ ആ പരീക്ഷയുമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പൊ ചില അധ്യാപകർ ഈ കഴിഞ്ഞ കേറ്റലിൽ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുള്ള അധ്യാപകരുണ്ട്. അവരുടെ സന്തോഷം നമ്മളോട് പങ്കുവെക്കേണ്ടായിരുന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ എന്താ കിട്ടി എന്നൊക്കെ പറഞ്ഞ് അക്കലോറയിലൂടെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ എന്നിട്ടും ചില അധ്യാപകർ എന്ത് ചെയ്യുന്നുണ്ട്, അവർക്കൊരു അടുത്തൊരു വരുന്നുണ്ടല്ലോ, അതും കൂടി എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം, ഇതിന്റെ ആൻസർ കീ വന്നിട്ടില്ല എന്നുള്ള രൂപത്തിൽ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുതിയ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴും ആ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു കൃത്യമായിട്ടുള്ള പഠനം നിങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇത്രയും വർഷമായില്ലേ, ഇത്രയും ടച്ച് വിട്ടുപോയില്ലേ, പഠിച്ചാൽ കിട്ടുമോ എന്നൊക്കെയുള്ള ആശങ്കകൾ തൽക്കാലം നിങ്ങളൊന്ന് മാറ്റി വെച്ചുകൊണ്ട് വരുന്ന ദിവസത്തെ നിങ്ങളിൽ കൃത്യമായിട്ടൊരു പഠനം കാഴ്ചവെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നേടാൻ സാധിക്കും. നമ്മുടെ നേടിയെടുത്ത പിന്നെ ഇതിന്റെ പിന്നിൽ വരുന്ന നിയമങ്ങളോ സംഭവങ്ങളോ അതായത് മാറ്റങ്ങളൊക്കെ ചിലപ്പോൾ അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സമാധാനമാണ്. പക്ഷെ പലരുടെയും ആശങ്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതെങ്ങനെ പഠിച്ചെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളൊന്ന് മനസ്സറിഞ്ഞൊന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്രായമോ ഏജോ ഒന്നും ഒരു പ്രശ്നമല്ല, നമുക്ക് തീർച്ചയായിട്ടും നേടിയെടുക്കാൻ സാധിക്കും കേട്ടോ. അപ്പൊ ഈ ഒരു അപ്ഡേഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. ഇതുപോലെ തന്നെ ഇതിന്റെ കേറ്റഡുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഓൺലൈൻ ക്ലാസ്സുകൾ കാറ്റഗറി 1, 2 അതുപോലെ തന്നെ 3, 4 ക്ലാസ്സുകളൊക്കെ അക്ലോറയിൽ അവൈലബിൾ ആണ്. അത് നേരത്തെ പറഞ്ഞൊരു ആശങ്ക ഉണ്ടല്ലോ, ഇതെങ്ങനെ പഠിച്ചെടുക്കും എന്നുള്ളത്. സൈക്കോളജി, മലയാളം ഒക്കെ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ എന്താണ്, നമുക്കത് വളരെ സിമ്പിൾ ആയിട്ട്, പലർക്കും സൈക്കോളജി എന്ന് പറയുന്നത് എന്താണ്, ഒരു കീറാമുട്ടി പോലെയാണ്. ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല, കുറെ തിയറികളും സംഭവങ്ങളും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരാറുണ്ട്. അപ്പം നമ്മുടെ ഇപ്പോൾ സൈക്കോളജിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻക്വയറി വരുമ്പോൾ തന്നെ നമ്മളൊരു പറയുന്നത് ഇതാണ്, ഓക്കെ, ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രൂപത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതിന്റെ ഓരോ ക്ലാസ്സുകളും പ്രസന്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സസ് കാണാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് അത് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ, ജോയിൻ ചെയ്യാന്നുള്ളത്. അപ്പോൾ അക്ലോറയുടെ ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയണമെങ്കിൽ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഒട്ടും വൈകാതെ തന്നെ അടുത്ത പരീക്ഷയ്ക്ക് നമുക്ക് ഇപ്പം തന്നെ എന്ത് ചെയ്യാം, പഠിച്ചു തുടങ്ങാം. അപ്പോൾ ഇതിന്റെ കൂടുതൽ അപ്ഡേഷൻസും കേറ്റഡുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകൾ, അതുപോലെ തന്നെ സർവീസിലുള്ള അധ്യാപകർക്ക് വേണ്ടിയുള്ള പ്രത്യേക
എന്താ പറയുക ക്വസ്റ്റ്യൻ ഡിസ്കഷനും അതുപോലെ തന്നെ പ്രത്യേക കോഡ് വെച്ചുള്ള ക്ലാസ്സുകളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.